നിങ്ങളെ അങ്ങേയറ്റം സേവിക്കുകയും നിങ്ങൾക്ക് സർവസ്വവും ബലിയർപ്പിക്കാൻ തയ്യാറുള്ള വ്യക്തികൾ നിങ്ങൾ ഇന്ന് മരിച്ചാൽ നാളെ രാവിലെ ഗ്രാമത്തിന്റെ പുറത്ത് കൊണ്ടുപോയി വലിച്ചെറിയല്ല, അത് കുഴിച്ചു മുട്ടും. എന്താ, അവസാനം നാറി ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി നിങ്ങൾ വലിച്ചെറിയും. ഇതെന്താ വലിച്ചെറിയുന്നത്? നിങ്ങൾ മനസ്സിലാക്കാൻ, നിങ്ങളിപ്പോൾ ഇന്നിപ്പോൾ നാട് വിട്ടു ഇങ്ങോട്ട് വന്നു, ഇവിടെ വെച്ച് നിങ്ങൾ പലയാതി വേണ്ടാത്തരം ചെയ്യുന്നുണ്ടാവും. പല കള്ളത്തരങ്ങളും പല കുറുക്കു വഴികളിലും നിങ്ങൾക്ക് ജോലിക്കൊക്കെ അന്വേഷിക്കുന്നുണ്ടാവും. ഹറാമായ നിലക്ക് നിങ്ങൾ പല നിലക്കും പണം അടക്കുന്നുണ്ടാവും, പണം വാങ്ങുന്നുണ്ടാവും. ഇതൊക്കെ എന്തിനാ? ഈ ദേഹത്തെ പോഷിപ്പിക്കാൻ, ഈ മണ്ണിനെ പോഷിപ്പിക്കാൻ മാത്രം ഉദ്ദേശം. നിങ്ങൾ കോടാനിക്കോടെ നിങ്ങൾ വ്യക്തിപരമായിട്ടോ സാമൂഹ്യമായിട്ടോ അല്ലെങ്കിൽ ഗവൺമെന്റ് ലെവലിലോ സമ്പാദിക്കുന്നുണ്ടെങ്കിലും ചെലവഴിക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം നിങ്ങളുടെ ഉദ്ദേശം ദേഹമാണ്. അടുത്ത ഭാവിയിൽ നാളെ രാവിലെ നാട്ടിന്റെ പുറത്ത് വലിച്ചെറിഞ്ഞ് കുഴിച്ചു മൂടുന്ന ഈ ദേഹത്തിന് ചെലവാക്കാനാണ് ഈ സമ്പാദിക്കുന്ന മുഴുവൻ. ഈ ദേഹത്തിന് ശാശ്വതമായും ജീവിതം അവിടെ ഇല്ല. ഇത് മണ്ണിലേക്ക് നീങ്ങി രണ്ടാമത് പടച്ചവൻ പുനരുദ്ധരിക്കും. അവിടെ ആത്മാവിന്റെ അവകാശമാണ് അവിടുത്തെ അവകാശം. അതാ പടച്ചവൻ പറഞ്ഞത് സൂറത്ത് ശംസിൽ, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആദമ ഖാല നഫ്സിൻ വമാ സവ്വാഹ. നഫ്സ് എന്നുള്ള ഉദ്ദേശം ആത്മാവാണ്. പടച്ചവൻ സത്യം ചെയ്യാണ്. പടച്ചവന്റെ അത്ഭുതങ്ങളായ മനുഷ്യനെ അന്താളിപ്പിക്കുന്ന മനുഷ്യന്റെ ഏകത്വത്തിനും അള്ളാഹുവിന്റെ ഏകത്വത്തിനും അള്ളാഹുവിന്റെ ആരാധ്യ അവകാശത്തിനും തെളിവുകളായ സാധനങ്ങളാണ് നിന്റെ ആത്മാവ്, ധിക്കാരിയായ മനുഷ്യനായ നിന്റെ ആത്മാവ്. ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഇന്ന് ലോകത്ത് ഒരു ശക്തിക്കും ഒരു പാണ്ഡിത്യത്തിനും സാധിച്ചിട്ടില്ല. അതിനെ പടച്ചവൻ പറഞ്ഞു, യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. അത് അള്ളാഹുവിന്റെ കാര്യമാണ്. എന്താണ് ഈ ആത്മാവ്? ഇത് എങ്ങനെ ഈ ദേഹത്തിലേക്ക് കടന്നു? അടുത്ത ഭൂതകാലത്ത് മണ്ണായിരുന്ന ഈ ദേഹം, അത് മണ്ണായിരുന്ന കാലത്തും ഭക്ഷണ പദാർത്ഥങ്ങളായിരുന്ന കാലത്തും ചോരയായിരുന്ന കാലത്തും ഇന്ദ്രിയമായിരുന്ന കാലത്തും പിന്നീട് ചോരക്കട്ടയും മാംസപിണ്ഡവും അസ്ഥിക്കുടവുമായിരുന്ന കാലത്തെല്ലാം മണ്ണ് തന്നെയായിരുന്നു. ചൈതന്യം അതിനുണ്ടായിരുന്നില്ല. പിന്നീട് അസ്ഥിക്കുടമായതിനു ശേഷം അസ്ഥികൂടമായിട്ട് മാംസപിണ്ഡം രൂപാന്തരപ്പെടുമ്പോൾ ചൈതന്യമുണ്ടാവും, ജീവുണ്ടാവുന്നു. അത് നമ്മൾ റൂഹത്തു എന്ന് നമ്മൾ അതിന് പറയുന്നു. ആ റൂഹ എവിടുന്ന് വന്നു? എവിടുന്നാ വന്നത്? ഇനി ഇന്ന് രാത്രി ഒരു വ്യക്തി മരിക്കുമ്പോൾ ആ റൂഹ എങ്ങനെയാണ് പുറത്തു പോകുന്നത്? ഇതുവരെ അഹങ്കാരിയായിട്ട്, അതല്ലെങ്കിൽ ഇതുവരെ മനുഷ്യനെ തന്നെ അന്താളിപ്പിക്കുന്ന പലയാതി കണ്ടുപിടുത്തങ്ങളും അങ്ങനത്തെ മഹത്തായ പല പ്രവൃത്തികളും ചെയ്തിരുന്ന വ്യക്തി പെട്ടെന്ന് ഈ ശക്തികളെല്ലാം നഷ്ടപ്പെടുന്നു. ഇത്രയും വില പിടിച്ച ആ വ്യക്തി പെട്ടെന്ന് വലിച്ചെറിയാൻ ആളുകളെ നിർബന്ധിക്കുന്നു. എന്നിട്ട് ടൗണിന്റെ പുറത്തു കൊണ്ടുപോയി വലിച്ചെറിഞ്ഞ് കുഴിച്ചിടും. ഇത് മനുഷ്യൻ മനസ്സിലാക്കാണ് ഈ ലോകത്തിന് വേണ്ടിയല്ല നിന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ ലോകം നിനക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ള, പക്ഷേ നിന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് ഈ ഭൂമിക്ക് വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ ഞാൻ രാത്രി പറഞ്ഞ പോലെ നിങ്ങളുടെ വാപ്പാനെയും ഉമ്മയെയും ആദം ഹവ്വ അലൈഹിമസ്സലാം അവർ രണ്ടാളെയും പടച്ചവൻ ഭൂമിക്ക് വേണ്ടി സൃഷ്ടിച്ചു. അല്ലെങ്കിൽ ഭൂമിയിൽ ഞാൻ ഒരു ഖലീഫത്തിനാക്കാൻ പോകുന്നുണ്ട്. വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ എന്ന് പടച്ചവൻ മലക്കുകളോട് പറഞ്ഞു. ആദം നബിയെയും ഹവ്വ ബീവിയെയും അലൈഹിമസ്സലാം സൃഷ്ടിക്കാൻ പടച്ചവൻ തീരുമാനിച്ചപ്പോൾ മലക്കുകളോട് കാര്യം പറഞ്ഞു. ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ, ഞാൻ ഭൂമിയിൽ
എൻ്റെ ഒരു പ്രതിനിധിയോ അല്ലെങ്കിൽ തലമുറയായി ജീവിക്കുന്ന ഒരു ജീവിയെ ഞാൻ സൃഷ്ടിക്കാൻ പോവുകയാണ് എന്ന് പടച്ചോൻ പറഞ്ഞു. എന്നിട്ട് പടക്കൽ കഴിഞ്ഞതിന് ശേഷം ആദം നബിയെ പടച്ചു, ആദം നബിയിൽ നിന്ന് ഹവ്വാ ബീവിയെ പടച്ചു. എന്നിട്ട് ഇവർ രണ്ടാളെയും ഭൂമിയിലേക്കല്ല ആദ്യം ഇറക്കുന്നത്, സ്വർഗത്തിൽ താമസിക്കാനാണ് അവരോട് കൽപ്പന. എന്നിട്ട് ഈ സ്വർഗത്തിൽ നിങ്ങൾക്ക് ദാഹമില്ല, നിങ്ങൾക്ക് ചൂടില്ല, നിങ്ങൾക്ക് നഗ്നതയില്ല, യഥേഷ്ടം ജീവിക്കാം, യഥേഷ്ടം ഭക്ഷിക്കാം, ഇഷ്ടമുള്ളതൊക്കെ തിന്നാം, അങ്ങേയറ്റം സുഖാനുഭൂതിയുള്ളൂ. പക്ഷേ ഒരു വൃക്ഷത്തിന് തൊടാൻ പാടില്ല എന്ന് മാത്രം വിരോധിച്ചു. ഒരു വൃക്ഷം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾക്കൊന്നും തൊടാൻ പാടില്ല, ഈ വൃക്ഷം നിങ്ങൾക്ക് തിന്നാൻ പാടില്ല എന്ന് മാത്രം വിരോധിച്ചു. അവസാനം നിങ്ങളെല്ലാം, നമ്മെ എല്ലാവരെയും വഴിപിഴപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ പാന്താവിൽ നിന്ന്, സറാത്തുൽ മുസ്തഖീമിൽ നിന്ന് നമ്മെ വഴിതിരിക്കുന്ന ശൈത്താൻ അവരെയും വഴിതിരിച്ചു. ആ കിസ്സ പടച്ചോൻ പല പ്രാവശ്യമായി ആവർത്തിച്ച് ഖുർആൻ അള്ളാഹുവിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ആ വിഷയം പടച്ചോൻ ആവർത്തിച്ച് പലപ്പോഴും പറഞ്ഞു. ആ ചരിത്രം എന്തിനാ? നിങ്ങളെ മക്കൾ ഓർക്കാനാണ്, ഈ ചരിത്രം മറന്നു പോകാതിരിക്കാനാണ്. ആദ്യം സൂറത്തുൽ ബഖറ മുതൽ അവസാനം വരെയുള്ള ആയത്തുകളിൽ, സൂറത്തുകളിലും പല പ്രാവശ്യവുമായിട്ട് അത് ആവർത്തിച്ച് പറഞ്ഞു, നിങ്ങൾ ഈ ചരിത്രം മറന്നു പോകണ്ട. എന്താ? നിങ്ങളുടെ ബാപ്പയും ഉമ്മയും ഒരു കുറ്റം ചെയ്തിട്ടാണ് സ്വർഗത്തിന് പുറത്തു പോയിട്ടുള്ളത്. അതുകൊണ്ട് ആയിരക്കണക്കിന് കുറ്റം ചെയ്തിട്ട് സ്വർഗത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കണ്ട. ഒരൊറ്റ കുറ്റം കാരണമാണ് ബാപ്പാനും ഉമ്മാനെ അവിടുന്ന് പുറത്താക്കിയത്. ആ ഒരു പഴം അതിൻ്റെ രുചി നോക്കിയിട്ടുള്ളൂ, തിന്നിട്ടില്ല. ഫലമാദാഖശ്ശജറ എന്ന പടച്ചൻ പറഞ്ഞു. അതിൻ്റെ രുചി നോക്കിയപ്പോൾ ബദത്തൽഹുമാ സൗആതുഹുമാ വതഫിഖാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന. അതിൻ്റെ രുചി നോക്കിയപ്പോഴേക്ക് അവരുടെ ഗുഹ്യസ്ഥാനങ്ങളൊക്കെ വ്യക്തമായി, അവരുടെ ചിത്രമൊക്കെ പോയി. ഉടനെ കൽപ്പന, ഖാല ഹബ്ബിതാ മിൻഹാ ജമീഅൻ ബഅദുകും ലിബഅദിൻ അദു. പുറത്തു പോകണം, അവിടുന്ന് പുറത്താക്കാനുള്ള പരിപാടി. കൽപ്പന വന്നു, ഹബ്ബിതാ മിൻഹാ ജമീഅൻ, അതിൽ നിന്ന് താഴോട്ടിറങ്ങിക്കോളി. ബഅദുകും ലിബഅദിൻ അദു, നിങ്ങൾ തമ്മിൽ ശത്രുതയോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കും ഈ ഭൂമിയിൽ. സൂറത്ത് താഹയിൽ ആ ചരിത്രം കുറെ കൂടി ദീർഘിച്ചു. فإما يأتينكم مني هدى فمن اتبع هداي فلا يضل ولا يشقى ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لما حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى وكذلك نجزي من أسرف ولم يؤمن بآيات ربه ولعذاب الآخرة أشد وأبقى. ഈ ആയത്തുകൾ എന്താ പറയുന്നത്? നിങ്ങളിപ്പോൾ ഇതാ പുറത്താക്കുന്നുണ്ട്, ഭൂമിയിലെ ഇറക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് മടങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ സത്യമാർഗം ഇറക്കിത്തരും, എൻ്റെ നേർവഴി ഞാൻ നിങ്ങൾക്ക് ഇറക്കിത്തരും. അത് ശരിക്കും മുറുകെ പിടിച്ച് അതനുസരിച്ച് ആര് ജീവിക്കുന്നുവോ അവൻ വഴിപിഴക്കയില്ല. ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമനിത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യഷ്ഖ. അവൻ വഴിപിഴക്കയില്ല, അവൻ ക്ലേശിക്കുകയുമില്ല, അവനക്ക് സങ്കടമില്ല, അവനക്ക് ക്ലേശമില്ല. വമൻ അറദ അൻ ദിക്രി, ഞാൻ ഇറക്കുന്ന ആ നേർമാർഗം, ഞാൻ നിങ്ങൾക്ക് ഇറക്കിത്തരുന്ന നേർമാർഗം ഇപ്പം നമ്മളുടെ കയ്യിലുള്ളത് ഖുർആൻ അദീമാണ്. പക്ഷെ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് ഏറ്റവും ഉന്നതമായ കിതാബ് ഖുർആൻ അദീം നമുക്ക് ഇറക്കി തന്നിട്ടുണ്ട്. ഓരോ ഉമ്മത്തിനും പടച്ചവൻ ഖുർആനിൽ പറഞ്ഞു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. എല്ലാ ഉമ്മത്തുകൾക്കും പടച്ചവൻ നബിമാരെ അയച്ചിട്ടുണ്ട്. അവർക്ക് അവൻ്റെ അള്ളാഹുവിൻ്റെ നേർവഴി, സന്മാർഗം അവർക്ക് ആ അമ്പിയാക്കന്മാർ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, നമുക്കും കാണിച്ചു തന്നിട്ടുണ്ട്. ഈ നേർമാർഗം പടച്ചവൻ്റെ യഹുദ മുറുകെ പിടിക്കാതെ വഴിതിരിഞ്ഞ് പോവുകയാണെന്നുണ്ടെങ്കിൽ, വേട്ടയും കണ്ടയുമായ വഴികൾക്കൂടെ തിരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ
വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക. അവന് വളരെ കുടുസായ, വളരെ ഇടങ്ങേറുള്ള, വളരെ ക്ലേശങ്ങൾ ഉള്ള ജീവിതം ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടാവും. വനഹ്ശുർഹു യൗമൽ ഖിയാമത്തി അഅമ. ഖിയാമത്ത് നാളിൽ നാം അവനെ അന്ധനായിക്കൊണ്ട് അവനെ ഒരുമിച്ച് കൂട്ടും. അവൻ അന്ധനായിട്ട് ഖിയാമത്ത് നാളിൽ വരാം. ഖാല റബ്ബി ലിമ ഹശർതനി അഅമ വഖദ് കുൻതു ബസീറ. അപ്പോൾ അവൻ പറയും, റബ്ബേ, എന്താണ് എന്നെപ്പോൾ അന്ധനായിട്ട് നീ ഒരുമിച്ച് കൂട്ടിയത്? എനിക്ക് ദുനിയാവിൽ എനിക്ക് കാഴ്ച കണ്ടായിരുന്നല്ലോ. ഖാല കദാലിക അതത്ക ആയാതുന. എൻ്റെ ആയത്തുകൾ, കദാലിക അതത്ക ആയാതുന, നിനക്ക് എൻ്റെ ആയത്തുകൾ നിനക്ക് കദാലിക നിനക്ക് ഇപ്പോൾ സംഭവിച്ച പോലെയാണ് നിനക്കുള്ള പ്രതികാരം. എന്താ? അതത്ക ആയാതുന, എൻ്റെ ആയാത്തുകൾ നിനക്ക് വന്നു. ഫനസീതഹ, അതിൽ നീ അശ്രദ്ധനായി, അതിനെ നീ മറന്നു കളഞ്ഞു, അത് നീ പഠിച്ചില്ല, അതനുസരിച്ച് നീ ജീവിച്ചില്ല. വകദാലിക അൽയൗമ തുൻസ, അത് പ്രകാരം നിന്നെയും നാം ഇന്ന് മറക്കും. അതുപോലെ എന്നെയും നാം ഇന്ന് അവഗണിക്കും. അതായത് നിന്നെ ഞാൻ നരകത്തിലിടും. പടച്ചവൻ ആഖിറത്തിൽ നമ്മളെ അവഗണിച്ചാൽ അതിനർത്ഥം നരകത്തിലിടും എന്നർത്ഥം. വകദാലിക നജ്സി മൻ അസ്റഫ്. വകദാലിക, ഈ പറഞ്ഞതുപോലെ തന്നെയാണ് പടച്ചവൻ പറയാണ്, നജ്സി മൻ അസ്റഫ്, അതിരിവിട്ട് അഹങ്കാരിയായി അവൻ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു, അവൻ ആരാണ്, എവിടെ നിന്ന് വന്നു, എവിടേക്കാ പോകുന്നത്, അവൻ്റെ ജീവിതം എന്താണ്, എന്തിനാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ, അവൻ്റെ അതിരുകൾ മനസ്സിലാക്കാതെ അതിരുവിട്ട് അഹങ്കാരിയായി ജീവിച്ച എല്ലാ വ്യക്തികളോടും നാം പെരുമാറുന്ന രൂപം ഇതാണ് എന്ന് പടച്ചവൻ പറയാം. വകദാലിക നജ്സി മൻ അസ്റഫ് വലം യുഅ്മിൻ ബിആയാതി റബ്ബി വലഅദാബുൽ ആഖിറതി അശദ്ദു അബ്ഖ. അവസാനം ഖിയാമത്ത് നാളിൽ, വലിയ ഖിയാമത്ത് വന്നതിന് ശേഷം നരകത്തിൽ വെച്ച് ഉണ്ടാകുന്ന ശിക്ഷ ഇപ്പോൾ ഉണ്ടാകുന്നതിനേക്കാളും ഭയങ്കരമാണ്. അപ്പോൾ മുമ്പ് പറഞ്ഞ ശിക്ഷകൾ നരകത്തിൽ നിന്നിൻ്റെ മുമ്പുള്ള ശിക്ഷകൾ. ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ്. ഈ യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ നിഷേധിക്കാതിരിക്കാനാണ് നിങ്ങൾക്ക്, അതും ഞാൻ ഇന്നലെ രാത്രി സംസാരിച്ചതുപോലെ, നിങ്ങൾ ഉറക്കവും ഉണർച്ചയും പടച്ചവൻ സൃഷ്ടിച്ചത്, ഉറക്കത്തിൽ സ്വപ്നം സൃഷ്ടിച്ചത് ഈ യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ നിഷേധിക്കാതിരിക്കാൻ വേണ്ട. നിങ്ങൾ വലിയ അഹങ്കാരികളും നിഷേധിക്കുന്നതിൽ കൊടുമുടി സ്ഥലത്ത് എത്തുന്നവരുമാണ് എന്ന് പടച്ചവൻ അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ദിവസേന ഉറക്കം പടച്ചവൻ നിങ്ങൾ സൃഷ്ടിച്ചത്. ഉറങ്ങാൻ നിവൃത്തില്ല, ഉറങ്ങിയതിനു ശേഷം ഉണരാൻ നിവൃത്തില്ല. എന്തിനാ സൃഷ്ടിച്ചത്? ഈ ഉറക്കം പോലെയാണ് മരണം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി സംസാരിച്ച കാര്യമാണ്. ഇന്നകും സതമൂതൂന കമാ തനാമൂൻ വസതുബഅസൂന കമാ തസ്തൈഖിദൂൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അവസാന മരണം വരും. ഏതുപോലെ? നിങ്ങൾ ഉറങ്ങുന്നത് പോലെ. നിങ്ങൾ അവസാനം നിങ്ങൾക്ക് മരിച്ചതിന് ശേഷം നിങ്ങൾ വീണ്ടും നിങ്ങൾ ഉപജീവിക്കപ്പെടും. ഏതുപോലെ? നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് പോലെ. ഈ മരണത്തെയും പിന്നെ പുനർജീവനത്തെയും നിഷേധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് പടച്ചവൻ ഉറക്കവും ഉണർച്ചയും സൃഷ്ടിച്ചേർന്നത്. ഈ ഉറക്കത്തിൽ സ്വപ്നം കാണിക്കുന്നതും അത് സ്വർഗത്തിലെയും നരകത്തിലെയും, സ്വർഗത്തിലെ സുഖത്തെയും നരകത്തിലെ ശിക്ഷകളെയും നിങ്ങൾ നിഷേധിക്കാതിരിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ ഖബറിലെ ശിക്ഷകളെയും നിങ്ങൾ നിഷേധിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഒരു ഉറങ്ങുന്ന വ്യക്തി നാം അയാളുടെ അടുത്തിരിക്കുകയെന്നുണ്ടെങ്കിൽ അയാൾ കൂർക്കം വലിച്ച് ഉറങ്ങാന്നല്ലാതെ നാം അയാളിൽ ഒന്നും കാണുന്നില്ല. നമ്മളുടെ കണ്ണുകൊണ്ടൊന്നും കാണാൻ കഴിയുന്നില്ല. ഒരു പക്ഷേ ആ വ്യക്തി ഭയങ്കരമായ, വളരെ ഭയാനകമായ, വളരെ ക്ലേശമേറിയ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. ഒരു പക്ഷേ സ്വപ്നത്തിൻ്റെ ഭയങ്കരത കൊണ്ട് അയാൾ അട്ടഹാസിക്കും. അട്ടഹാസം കേൾക്കാൻ ആരില്ല. അയാൾ അങ്ങേയറ്റം അട്ടഹാസിക്കുന്നുണ്ടായിരിക്കും, ആർത്തു വിളിക്കുന്നു. പക്ഷെ ആരും കേൾക്കുന്നില്ല ആ ശബ്ദം. ചിലപ്പം കേൾക്കും, ചിലപ്പം അതിൻ്റെ ഭയങ്കരത കൊണ്ട് എഴുന്നേറ്റ് ഓടും. തല ചുമരുമൂടെ അടിക്കുമ്പോഴാണ് ഓർമ്മ വരാം ഉറങ്ങുകയാണെന്നുള്ളൂ. ഇതൊക്കെ സംഭവിക്കുന്ന എന്താ? ഇത് മനുഷ്യൻ വലിയ നിഷേധിക്കുന്നവനാണ്, വലിയ അഹങ്കാരിയാണ്. സത്യം അവൻ സ്വീകരിക്കുകയില്ല എന്ന് പടച്ചവൻ അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ ഇതെല്ലാം പടച്ചവൻ പടച്ചത്. ഖബറിലെന്ത് എന്ത് അദാബ്, ഖബറിലെന്ത് ഇരിക്കല്, ഖബറിലെന്ത് ഇടങ്ങല്. മനുഷ്യനെ വിഴുങ്ങൂലേ? മനുഷ്യൻ തീ കൊണ്ട് കരിഞ്ഞ് വെണ്ണൂറായി പോകൂലേ?
പക്ഷികൾ തിന്ന് മനുഷ്യൻ നശിക്കില്ലേ? ഇതെന്ത് കബറ്? അല്ല, ഭൂമിയുടെ നാനാഭാഗത്തു നിന്നാണ് നിങ്ങളെ പടച്ചവൻ സൃഷ്ടിച്ചത്. ഇപ്പം നിങ്ങളുടെ പാപ്പ അമേരിക്കയിൽ നിന്ന് വന്ന അമേരിക്കൻ മാവും അതുപോലെ തന്നെ മറ്റുള്ള ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന പലയാതി ഭക്ഷണങ്ങളും കഴിച്ചിട്ടായിരിക്കും നിങ്ങളുടെ പാപ്പയുടെ ചോര ഉണ്ടായിട്ടുള്ളത്. ലോകത്തിന്റെ നാനാഭാഗത്തുള്ള മണ്ണുകൾ വന്ന് ഒരുമിച്ച് കൂടിയാണ് നിങ്ങളുടെ പാപ്പയുടെ വള്ളയിൽ അതിനാ ചോര ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ലോകത്തിന്റെ നാനാഭാഗത്ത് നിങ്ങൾ ഒരു വ്യക്തി മരിച്ചു, ഗാന്ധിയെ കൊണ്ട് കാണിച്ച മാതിരി വെണ്ണീർ പ്ലെയിനിൽ കൊണ്ട് നടന്ന് ഇന്ത്യ ഒട്ടാകെ പാറിപ്പിച്ചു. അതുകൊണ്ട് പടച്ചോൻ ഗാന്ധിജിയെ രണ്ടാമത് ഉപജീവിക്കാൻ സാധിക്കാതിരിക്കില്ല. അതെല്ലാം കൂട്ടുവാൻ, അതൊരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുവാനും പടച്ചോൻ യാതൊരു കഴിവുകേടുമില്ല. ഈ ലോകം സർവ്വലോകങ്ങളെയും സൃഷ്ടിച്ച രക്ഷിതാവ്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന യാഥാർത്ഥ്യങ്ങളെക്കാളും നിങ്ങൾ പല യാഥാർത്ഥ്യങ്ങളും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാവും. ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം മുഴുവനും നിങ്ങൾ ഇന്ന് വിശ്വസിക്കുന്ന യാഥാർത്ഥ്യങ്ങളെല്ലാം യാഥാർത്ഥ്യങ്ങളല്ല, അതെല്ലാം ഊഹാപോഹങ്ങളാണ്. അതെല്ലാം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ അതെല്ലാം ആപേക്ഷികങ്ങൾ. യഥാർത്ഥ യാഥാർത്ഥ്യങ്ങൾ അത് മരിച്ചതിന് ശേഷം. അതാണ് പടച്ചവൻ പറഞ്ഞു വഇന്ന ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ ലൗ കാനൂ യഅലമൂൻ എന്ന് പടച്ചവൻ പറഞ്ഞത് ആഖിറത്തിനെ സംബന്ധിച്ച്. വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖ സൂറത്തുൽ അലായിൽ പടച്ചവൻ പറഞ്ഞു, നിങ്ങളെപ്പോഴും കേൾക്കുന്ന സൂറത്താണ്. വഇന്ന ഹൗലാ യുഹിബ്ബൂനൽ ആജില വയദറൂന വറാഅഹും യൗമൻ തഖീല. തഖീലായ ദിവസം 2 ദിവസമാണ്. ഒന്ന് ഈ ദിവസം, ഈ ദുനിയാവിൻ്റെ ദിവസം, രണ്ടാമത്തെ ആഖിറത്തിൻ്റെ ദിവസവും. 2 ദിവസമാണ് പടച്ചവൻ. ദുനിയാവിൻ്റെ ദിവസം, ആഖിറത്തിൻ്റെ ദിവസം. ഏറ്റവും സഖീല്, ഏറ്റവും ഭാരമേറിയ, ഏറ്റവും തൂക്കം തൂങ്ങുന്ന ദിവസം ആഖിറത്തിൻ്റെ ദിവസം. ഈ ദിവസം വളരെ തൂക്കമില്ലാത്ത ദിവസം, യാതൊരു വിലയില്ലാത്ത ദിവസം. ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു നിമിഷമാവും ഇരിക്കുന്ന ഞാൻ ഇവിടെ എൻ്റെ കാലിൽ 2 കാലിന്മേൽ നിന്ന് എഴുന്നേൽക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. ഒരു പക്ഷേ ഞാൻ ഇവിടുന്ന് മരിച്ചു വീണേക്കും, നിങ്ങൾ എന്നെ എത്തിക്കൊണ്ടുപോകും. ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഇവിടുത്തെ ഈ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം ഇതാണ്. ഞാനിവിടെ കക്കുന്നതും കളവ് പറയുന്നതും ചൂഷണം ചെയ്യുന്നതും പലിശ വാങ്ങുന്നതും കൈക്കൂലി വാങ്ങുന്നതും ആളുകളെ അപഹരിക്കുന്നതും വേണ്ടാത്തരത്തിൽ തോന്നിയാസത്തിൽ പണം ചെലവഴിക്കുന്നതും തോന്നിയാസങ്ങൾ കേൾക്കുന്നതും കാണുന്നതും ഇതെല്ലാം ഒരു പക്ഷേ അടുത്ത നിമിഷത്തിൽ അവസാനിക്കും. എന്നിട്ടോ അടുത്ത നിമിഷത്തിൽ മരിച്ചാൽ കഴിച്ചിലാവാൻ കഴിയില്ല. നിങ്ങളെ കൊണ്ടുവന്ന ആൾ നിങ്ങളെ ഏറ്റെടുക്കണത്. നിങ്ങളാരും നിങ്ങളെ കൊണ്ടുവന്നിട്ടില്ല. അതാ പടച്ചവൻ അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖുസ് സമാവാതി വൽ അർദ് ബൽ ലാ യൂഖിനൂൻ. നിങ്ങൾ പൊട്ടിമുളച്ചതാണോ എന്ന് പടച്ചവൻ ചോദിക്കും. പൊട്ടിമുളച്ചെന്ന് പറഞ്ഞാലും പോരെ ഈ ആയത്തിന്. അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ, നിങ്ങൾക്കൊരു സൃഷ്ടാവില്ലാതെ നിങ്ങളെ ഹിക്മത്തോടും അറിവോടും എൽമോടും ഹിക്മത്തോടും കൂടി സൃഷ്ടിച്ച സൃഷ്ടാവില്ലാതെ നിങ്ങൾ ഇങ്ങനെ തന്നാലെ ഉണ്ടാകാൻ തോന്നുന്നുണ്ട് നിങ്ങൾക്ക് എന്ന് പടച്ചവൻ ചോദിക്കാമോ? അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ. വളരെ ഹിക്മത്തോടും വളരെ വിശാലമായ അതിൻ്റെ അവസാനമില്ലാത്ത അതിൻ്റെ പരമാവധി മനസ്സിലാക്കാൻ കഴിയാത്ത കഴിവ് എൽമോടും കൂടി നിങ്ങളെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവ് നിങ്ങൾക്കില്ല എന്നാണോ? ഇല്ലാതെ നിങ്ങളിങ്ങനെ തന്നാലെ പൊട്ടിമുളച്ചതാണെന്നോ അതിൽ തന്നാലെ ഉണ്ടാകാൻ നിങ്ങൾക്ക് വിചാരമുണ്ടോ? അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. നിങ്ങൾക്കെല്ലാം സമ്മതമുള്ള ഒരു യാഥാർത്ഥ്യമാണ് നിങ്ങളുടെ ഈ സൃഷ്ടി. വളരെ അത്ഭുതകരമായ സൃഷ്ടിയാണ് നിങ്ങളുടെ സൃഷ്ടി. കണ്ണിൻ്റെ കാഴ്ച, ഈ കണ്ണിൻ്റെ കഴിവ്, ഈ നാവിൻ്റെ കഴിവ്. കുറച്ച് ഉപ്പ് ഏറിയാൽ അപ്പം നിങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കും. ആ ഉപ്പ് ഏറിയിരിക്കണം. ഈ നാവ് എത്ര കറക്റ്റായിട്ടാണ് രുചികൾ തൂക്കുന്നത്. ഓരോ രുചിയും പുളി, ഉപ്പ്, ചവർപ്പ്, എല്ലാ രുചികളും ശരിക്കും മനസ്സിലാക്കാനുള്ള ഒരു തുലാസ്, അത് ശരിക്ക് തൂക്കുന്ന ഒരു തുലാസ്. കുറച്ചുപ്പ് ഏറിയാൽ നിങ്ങൾ അർത്ഥം, കുറച്ചുപ്പ് കുറഞ്ഞാൽ നിങ്ങൾ അർത്ഥ വിളിക്കും. ഈ കഴിവ് ഈ നാവിന് ആര് കൊടുത്തു? നിങ്ങളാണോ കൊടുത്തിട്ടുള്ളത്? നിങ്ങൾ ഓരോരുത്തരും കൊടുത്താണ് പടം ചോദിക്കുന്നത്. അം ഹുമുൽ ഖാലിഖൂൻ. നിങ്ങളാണോ ഈ കഴിവുകളെല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത്? നിങ്ങളെയും നിങ്ങളുടെ കഴിവുകളെയും നിങ്ങൾ സൃഷ്ടിച്ചത് നിങ്ങളാണോ? അം ഖലഖുസ് സമാവാതി വൽ അർദ്. അതോ നിങ്ങളാണോ ആകാശഭൂമികളെല്ലാം സൃഷ്ടിച്ചത്? എന്നിട്ട് പടച്ചവൻ പറയാണ്
പറഞ്ഞതിൻ്റെ സാരം എന്താണ്? ഈ യാഥാർത്ഥ്യം അവർക്കറിയാം. അവർ ഇങ്ങനെ പൊട്ടിമുളച്ചതല്ല, ഇങ്ങനെ യാതൊരു സൃഷ്ടാവില്ലാതെ ഉണ്ടായതല്ല എന്നവർ. ഇവരെ സൃഷ്ടിച്ച ഒരു വലിയ ശക്തിയും പരമാവധി ശക്തിയും ഹിക്മത്തും ഇൽമും ഉള്ള ഒരു സൃഷ്ടാവാണ് ഇവരെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇവർക്കുള്ള യാഥാർത്ഥ്യം ഇവരുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഇവർക്ക് അറിയുന്നൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ ഈ ആകാശഭൂമികളൊന്നും ഇവർ സൃഷ്ടിച്ചതല്ല, ഇത് സൃഷ്ടിച്ചത് റബ്ബുൽ ആലമീനായ അൽ ഖല്ലാഖുൽ അദീമാണ് എന്നുള്ള യാഥാർത്ഥ്യം ഇവർക്കറിയാം. പക്ഷേ ഇവരുടെ അഹങ്കാരം കാരണമായിട്ടോ അല്ലെങ്കിൽ ഇവരുടെ ഗഫലത്ത് കാരണമായിട്ടോ ഇവർക്ക് ഒരു ദൃഢമായ വിശ്വാസമില്ല. ദൃഢമായ വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ആരുടെയും കൂടെ പോവില്ല, തോന്നിയാസമായി ജീവിക്കില്ല. ദൃഢമായ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹിന്റെ കിതാബും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അനുസരിച്ച് മാത്രമേ ഞാനിവിടെ ജീവിക്കുള്ളൂ, എനിക്കിവിടെ ഒരു കാൽവെപ്പില്ല, എനിക്കിവിടെ ഒരു അടക്കമോ അനക്കമോ ഇല്ല, അള്ളയും റസൂലും കൽവിൽ സഞ്ചരിച്ചല്ല എന്ന് നിങ്ങൾ ലോകത്തോട് രാവും പകലും ഇരുത്തത്തിലും നൃത്തത്തിലും നടത്തത്തിലും എല്ലാ സമയത്തും നിങ്ങൾ ലോകത്തോട് വളരെ ഉച്ചമായ ശബ്ദത്തിൽ നിങ്ങൾ ലോകത്തോട് വിളിച്ചു പറയും. നിങ്ങളുടെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ദൃഢമായ വിശ്വാസമില്ല. ഇതാണ് ഇടുന്നത്. ഇതിന് സൂറത്തുൽ ഇൻഫിത്താർ പടച്ചോൻ പറഞ്ഞത് യാ അയ്യുഹൽ ഇൻസാൻ, മുമ്പ് പല ആവർത്തിച്ച് കേൾപ്പിച്ചെന്ന ആയത്ത്, യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശഅ റക്കബക. അതിനുശേഷം പറഞ്ഞത് ഖല്ല, ഈ യാഥാർത്ഥ്യം നിങ്ങൾക്ക് അറിയുന്നൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങളല്ല സൃഷ്ടിച്ചത്, നിങ്ങൾ സൃഷ്ടിച്ചത് നിങ്ങൾ റബ്ബുൽ ആലമീനാണ്. അവനാണ് നിങ്ങൾക്ക് ഈ വടിവായ സൃഷ്ടി തന്നത്, ഇത്ര ഭംഗിയായ സൃഷ്ടി തന്നത്, ഇത്രയും മനുഷ്യനെ തന്നെ അന്താളിപ്പിക്കുന്ന കഴിവുകൾ തന്നത് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾക്ക് തന്നെ അറിയാം. പക്ഷേ നിങ്ങളുള്ള ഇടങ്ങേറ്, നിങ്ങളുള്ള വൈകല്യം എന്താണ്? കല്ലാ ബൽ തുകദ്ദിബൂന ബിദ്ദീൻ. ഇതെല്ലാം ഈ യാഥാർത്ഥ്യങ്ങളിൽ വിശ്വാസമുണ്ട്. പക്ഷേ നിങ്ങളുള്ള ദോഷം എന്താണ്? നിങ്ങൾക്ക് നിങ്ങളെ വിചാരണ ചെയ്യുന്ന ഒരു ദിവസമുണ്ട് എന്നുള്ളതിൽ വിശ്വാസം എനിക്കില്ല. അടുത്ത ഭാവിയിൽ ഞാനിവിടെ ഉച്ചരിച്ച പദങ്ങളെയും ഇവിടെ ചെയ്ത പ്രവൃത്തികളെയും എന്നെ ശരിക്ക് തൂക്കി, എന്നെ ശരിക്ക് പരിശോധിച്ച്, എന്നോട് ശരിക്ക് ചോദ്യം ചെയ്ത് എനിക്ക് പ്രതിഫലം തരുന്ന ഒരു ദിവസമുണ്ട് എന്നുള്ളതിൽ വിശ്വാസമില്ല. വിശ്വാസമുണ്ടെങ്കിൽ അത് വളരെ ശക്തി കുറഞ്ഞ വിശ്വാസം. ഇതാണ് നിങ്ങളുള്ള ദോഷം. ഇതാണ് കല്ലാ ബൽ തുകദ്ദിബൂന ബിദ്ദീൻ. നിങ്ങൾ വിചാരണയെ നിങ്ങൾ നിഷേധിക്കുന്നു, അതാണ് നിങ്ങളുടെ കാരണം. അതുകൊണ്ടാണ് നിങ്ങൾ തമ്മാടികളായി ജീവിക്കുന്നത്. വഇന്ന അലൈക്കും ലഹാഫിളീൻ. നിങ്ങളുടെ ഓരോ അടക്കങ്ങളെയും അനക്കങ്ങളെയും, നിങ്ങളുടെ എല്ലാ ക്രയവിക്രയങ്ങളെയും, നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും ശരിക്ക് നിങ്ങളുടെ മേൽ റെക്കോർഡ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ, CID നിങ്ങളുടെ കൂടെ ഉണ്ട്. കല്ല വഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ. അത് ശരിക്കും അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. യഅലമൂന മാ തഫഅലൂൻ. നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാം അവർക്കറിയുന്നുണ്ട്, അവർ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ശരിക്കും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ശേഷമാണ് ഇന്നൽ അബ്റാറ ലഫീ നഈം വഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. അതുകൊണ്ട് നല്ലവരായി സന്മാർഗത്തിൽ അള്ളാഹുവിൻ്റെ ഹക്കായ ദീനനുസരിച്ച് കിതാബും സുന്നത്തനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾക്ക് നഈമുണ്ട്, ശാശ്വതമായ സുഖാനുഭൂതി. വഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. അല തമ്മാടിത്തം തോന്നിയാശയായി ജീവിച്ചവർക്ക് അവർക്ക് ജഹീമുണ്ട്, നരകമുണ്ട്. ഇതുപോലെ ആയത്തുകൾ ഓതി അർത്ഥം പറയാൻ സമയമില്ല, അത് നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ ഖുർആൻ പരിഭാഷകൾ ശരിക്ക് വായിച്ച് പഠിക്കാം. അത് വായിക്കുമ്പോൾ നിങ്ങൾ വായിക്കുന്നത് പടച്ചവനെ എനിക്ക് നിൻ്റെ അടുത്തേക്ക് വരാതിരിക്കാൻ നിവൃത്തിയില്ല, എൻ്റെ യാത്ര നിൻ്റെ അടുക്കിലേക്കാണ്,
സൂറത്തുൽ ജിന്നിൽ ജിന്നുകൾ പറഞ്ഞ മാതിരി വഅന്ന വനന്ന അല്ലൻ നുഅ്ജിസ അല്ലാഹ ഫിൽ അർദ് വലൻ നുഅ്ജിസഹു ഹറബ. നമുക്ക് ശക്തിയായ വിശ്വാസം വന്നിട്ടുണ്ട്. ഇവിടെ വനന്ന എന്നുള്ള പദത്തിന്റെ അർത്ഥം ശക്തിയായ വിശ്വാസം വന്നിട്ടുണ്ട് എന്നാണ്. എന്താണ്? അല്ലൻ നുഅ്ജിസ അല്ലാഹ ഫിൽ അർദ്, ഞങ്ങൾക്ക് അള്ളാഹുവിനെ ജയിച്ചടക്കാൻ സാധിക്കയില്ല എന്ന് ഞങ്ങൾക്ക് പരിപൂർണമായ വിശ്വാസം ജിന്നുകളാ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിന്റെയും മക്കയുടെയും ഇടക്ക് വാദിൻ നഹ്ല എന്ന സ്ഥലത്ത് വെച്ച് തായിഫിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഓതിയ ഖുർആൻ കേട്ട ജിന്നുകളാണ് ഈ പറയുന്നത്. ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പടച്ചവന്റെ അടുത്ത് കഴിച്ചിടാവുന്ന കുറിച്ചില്ല. ഭൂമിയിൽ പടച്ചവനെ ജയിച്ചടക്കാനോ പടച്ചവനെ കവച്ചു വെക്കാനോ നിവൃത്തിയില്ല എന്നുള്ളത് ഞങ്ങൾക്ക് നല്ലോണം ബോധ്യം വന്നിട്ടുണ്ട്. വലൻ നുഅ്ജിസഹു ഹറബ, പിന്നെ പടച്ചവനെ നിന്ന് കഴിച്ചിലായി ചാടിക്കളയാൻ നിവൃത്തിയില്ല എന്ന് ഞങ്ങൾക്ക് പരിപൂർണമായിട്ട് ബോധം വന്നിട്ടുണ്ട്. എവിടുക്കാ ചാടി പോവാണ്? അള്ളാന്റെ ഭൂമി അല്ലാതെ ഭൂമി നിലത്തുണ്ടോ? അള്ളാന്റെ ആകാശങ്ങളാ വേറെ ആകാശങ്ങൾക്കുണ്ടോ? എവിടുക്കാ ചാടിപ്പോകണം? ചാടിപ്പോകാൻ നിവൃത്തിയില്ല. പിന്നെ പടച്ചവൻ മരണം കൽപ്പിച്ചാൽ മരിക്കാതെ ചാടി ഏതെങ്കിലും ഓട്ടയിൽക്കൂടെ ചാടിപ്പോകാൻ നിവൃത്തിയുണ്ടോ? നിവൃത്തിയില്ല. വീണ്ടെടുക്കാൻ വിചാരിച്ചാൽ ആർക്കും രക്ഷിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ പടച്ചവൻ്റെ അടുത്തേക്കാ പോക്ക്. ഇവിടെ തോന്നിയാസം ജീവിച്ചാൽ പറ്റില്ല. അതിൽ ആയത്തുകൾ കുറെ ഓരോന്നുണ്ടെങ്കിൽ സമയം കുറെ ദീർഘിക്കും. ആ യാഥാർത്ഥ്യം നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം കൊണ്ട് തന്നെ മനസ്സിലാക്കുന്ന ഒന്നാണ്. ഇവിടെ തോന്നിയാസിയായി ജീവിച്ചാൽ യാതൊരു നിവൃത്തി. ഇവിടെ കുറച്ച് നേരത്തെ ജീവിതമാണ്, കുറച്ച് സമയത്തെ ജീവിതമാണ്. ഞാൻ തന്നെ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും മരണം ശരിക്ക് കണ്ടിട്ടുണ്ട്. പക്ഷേ പടച്ചവൻ എന്തോ ഹിക്മത്തിന് ഇതുവരെ ഹയാത്ത് നീട്ടി വെച്ചു എന്നല്ലാതെ എന്തോ പടച്ചവൻ ഉദ്ദേശിച്ച ഒരു ഹിക്മത്തിന് അയാളൊരു ഹിക്മത്ത്. ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾ എടുത്തു വന്ന ഈ സംസാരം ഇതിനൊക്കെ ആയിട്ടും ഇനി എന്തൊക്കെ പടച്ചവൻ വിചാരിച്ചു പടച്ചവൻ അതിന് ആ ഹിക്മത്തിന് പടച്ചവൻ ഹയാത്ത് വരെ നീട്ടിയിട്ട് തന്നു. അതല്ലെങ്കിൽ പല പ്രാവശ്യമായിട്ട് മരണം ശരിക്ക് കുട്ടിക്കാലം മുതൽക്ക് ശരിക്ക് മരണം കണ്ട വ്യക്തിയാണ് ഞാൻ. വെള്ളത്തിലും കരയിലും എല്ലാം മരണം കണ്ട വ്യക്തിയാണ് ഞാൻ. കാറുകൊണ്ടും പിന്നെ മരത്തിന് മുകളിൽ നിന്ന് വീണിട്ടും വെള്ളത്തിൽ മുങ്ങിയിട്ടും പലപ്പോഴും മരണം ശരിക്ക് കണ്ട വ്യക്തിയാണ്. മരിച്ചു എന്ന് തന്നെ എല്ലാവരും തീർച്ചപ്പെടുത്തിയ സമയം ഉണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. പലപ്പോഴും വളരെയധികം പ്രാവശ്യം മരിച്ചു എന്ന് തന്നെ എല്ലാവരും തീർച്ചപ്പെടുത്തിയ സമയം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മരണം പടച്ചവൻ വിചാരിച്ചാൽ വരും. പടച്ചവൻ വിചാരിക്കും മരണം വരും. അത് നിങ്ങൾ എത്ര തന്നെ ദേഹം പോഷിപ്പിച്ചാലും ശരി, എത്ര തന്നെ ഡോക്ടർമാരെ ദിവസേന കണ്ടിരുന്നാലും ശരി, എന്ന് മാത്രമല്ല അമേരിക്കയിലേക്കോ അല്ലെങ്കിൽ യൂറോപ്പിലേക്കോ എവിടെയെങ്കിലും പോയിട്ട് ചികിത്സിച്ചാലും ശരി മരണം വരാൻ നോക്കില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മദീനത്തൊരു വ്യക്തി മരണത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് വന്നു. എത്തിയ ഉടനെ തന്നെ ഡോക്ടർ നിന്നുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചു. ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാൾ മരിച്ചു. അയാൾ കുറച്ച് തൗഹീദും ഒക്കെ ഉള്ള മനുഷ്യനാണ്. കുറച്ച് ആൾക്ക് പുറത്തു കൊടുക്കട്ടെ. പക്ഷേ അത് നമുക്ക് ദൃഷ്ടാന്ത. അയാൾക്ക് മരണം വന്നു, ആളെ ഏത് രൂപത്തിൽ ആൾ മരിച്ചോ, മരിക്കുമ്പോൾ ഏത് വിശ്വാസം അയാൾക്കുണ്ടായിരുന്നു ആ നിലക്ക് പടച്ചവൻ അയാളെ വീണ്ടും ജീവിപ്പിക്കും. പക്ഷേ നമുക്കാണ് അതിൽ പാഠം. അതറിഞ്ഞ എന്നെ പോലത്തെവർക്കാണ് അതിൽ പാഠം. എന്നോട് അഭിപ്രായമൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് അത്ര നിർബന്ധം പോയിക്കോളി എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി. ബോംബെയിലെത്തി ആസ്പത്രിയിൽ ഡോക്ടറുടെ മുന്നിൽ നിന്നോട്ടാണ് മരിച്ചു. ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആണ് മരിച്ചു. ഇതാണ് മരണം. മനുഷ്യൻ ജീവനെ തേടി പോകും, അവിടെ വെച്ച് മരണം കിട്ടും. മരിച്ചാൽ പിന്നെ നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലങ്ങളിലേക്കാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങളിവിടെ സൽക്കർമ്മ ചെയ്തിട്ടുള്ളത്, യഥാർത്ഥ വിശ്വാസിയാണ് ജീവിച്ചിട്ടുള്ളത്, പടച്ചവന് വേണ്ടി മാത്രമാണ് ജീവിച്ചിട്ടുള്ളത്. പടച്ചവനല്ലാതെ പരിപാടി വേറൊന്നുമില്ല. പടച്ചവനെല്ലാം അർപ്പിച്ചുകൊണ്ട് പടച്ചവനാണ് എൻ്റെ എല്ലാ ഹൈറിൻ്റെയും ഈ ഭൂമുഖം എന്ന് മാത്രമല്ല സർവ്വചരാചരങ്ങളും സൃഷ്ടിച്ചത് പടച്ചവൻ മാത്രമാണ്. അവ എല്ലാം സൃഷ്ടിച്ചത് എനിക്ക് വേണ്ടി മാത്രമാണ്. അവൻ എനിക്ക് എല്ലാം തരും. അതാ പറഞ്ഞു അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദ. അല്ല പോരെ അള്ളാന്റെ അടിമക്ക് എന്നാ പറഞ്ഞു ചോദിക്കുന്നു. അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദ. ഇതൊരു പച്ച മലയാളത്തിൽ പറയുന്നുണ്ടെങ്കിൽ പടച്ച അല്ല പോരെ പടപ്പിന്.
എന്നാ ചോദിക്കണം. പിന്നെ എന്തിനാ അള്ളല്ലാത്തവരെ വിളിക്കണം? എന്തിനാ അള്ളല്ലാത്തവർക്ക് പോകുന്ന എന്തിനാ? അവൻ കരുണാനിധിയാണ്, കാരുണ്യനാണ്, അവൻ അങ്ങേയറ്റം സ്നേഹിക്കുന്നവനാണ്, വദൂദാണ്, ലത്തീഫാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അസ്മാഉൽ ഹുസ്നകളൊക്കെ ഓതുന്ന അള്ളാഹിൻ്റെ പേരുകൾ ലത്തീഫ്, റഹീം, വദൂദ്, തവ്വാബ്, ഗഫാർ. അള്ളാഹ് പറയാണ്, ഒരു ഖുദ്സിയായ ഹദീസിൽ പറയാണ്, യബ്ന ആദം ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ ثم അതൈതനി ലാ തുശ്രിക് ബി ഷൈഅ ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ. ആദമിൻ്റെ മകനെ, നീ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഭൂമി നിറച്ചു നീ പാപങ്ങളെ കൊണ്ട്, കുറ്റങ്ങളെ കൊണ്ട്, ദോഷങ്ങളെ കൊണ്ട് നിറച്ചിട്ട് കൊണ്ടാണ് നീ എൻ്റെ അടുത്ത് വന്നത്. പക്ഷേ നിനക്ക് ശിർക്കില്ല. അതൈതനി ബിഖുറാബിൽ അർളി ഖതായ എന്ന പടസം പറഞ്ഞത്. എല്ലാം പുറത്തേറും, പക്ഷേ ശിർക്ക് പാടില്ല. ഏറ്റവും ഭയങ്കരമായ കുറ്റം ശിർക്കാണ്. ഈ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് ശിർക്ക്? കേരളത്തിലെ അടുത്തൊരു വലിയ വാദപ്പുഴ നടന്നു. അതിൽ ശിർക്ക് എന്താണെന്ന ചോദ്യം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടിയിലാണ്. റസൂലിനോട് എന്താ ശിർക്ക് എന്ന് ചോദിച്ചതാണ്. അതിന് റസൂൽ കൊടുത്ത മറുപടി ഇതാണ്, അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക എന്ന റസൂൽ കൊടുത്ത മറുപടി. അൻ തജ്അല ലില്ലാഹി നിദ്ദൻ, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടിയാണ്. റസൂൽ ശിർക്കിന് കൊടുത്ത വിവർത്തന. അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, അള്ളാഹുവിന് നീ ഒരു ഉപമ ഉണ്ടാക്കുക. നിനക്കറിയാം, നിനക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, അള്ളാഹുവാണ് നിന്നെ ഇല്ലായ്മയിൽ നിന്ന് നിന്റെ എല്ലാ കഴിവുകളോടുകൂടി, നിനക്ക് ആവശ്യമുള്ള എല്ലാ ആവശ്യങ്ങളോടുകൂടി നിന്നെ സൃഷ്ടിച്ചത് അവനാണ്. നിനക്ക് വിശ്വാസമുണ്ട്. മണ്ണായിട്ട് നിന്നെ സൃഷ്ടിച്ചു. അല്ലാഹു അംബതകും മിനൽ അർളി നബാത വബദഅ ഖൽഖൽ ഇൻസാനി മിൻ തീൻ ثم جعل نسله من سلالة من ماء مهين എന്ന് പടച്ചവൻ പറഞ്ഞു. ഈ മണ്ണ് സൃഷ്ടിച്ചു. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മറ്റുള്ള പടിപടിയായിട്ട് ജീവിതങ്ങൾ നീങ്ങി. ഈ സൃഷ്ടിച്ച രക്ഷിതാവ് അള്ളാഹുവാണ്, നിനക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതോടുകൂടി അള്ളാഹുവിൻ്റെ കഴിവുകൾ അള്ളാഹു അല്ലാത്തവർക്ക് നീ കൊടുക്കുക. ഇതാണ് ശരി. അള്ളാഹുവാണ് നിനക്ക് കാഴ്ച തന്നത്, അള്ളാഹുവാണ് കേൾവി തന്നത്. അതുപോലെ നിന്നിൽ എന്തെല്ലാം കഴിവുണ്ടോ, അള്ളാഹു മാത്രം തന്ന കഴിവുകൾ, ഈ കഴിവുകൾ അള്ളാഹു അല്ലാത്തവർക്കുണ്ട്. അതല്ലെങ്കിൽ അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട പണികൾ നീ ചെയ്യേണ്ടത് അത് അള്ളാഹു അല്ലാത്തവർക്കും ചെയ്യാ. ഇതാണ് ശിർക്ക്. അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക. ഇത് റസൂലിന്റെ വിവർത്തനം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലൈഹി. അപ്പോൾ എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു? നമ്മെയും നമുക്ക് വേണ്ട എല്ലാറ്റിനെയും സൃഷ്ടിച്ച ആ രക്ഷിതാവിനെ വിട്ട് അവൻ്റെ അവകാശം അവനല്ലാത്തവർക്ക് കൊടുക്കാം. അവന് വേണ്ടി നാം ചെയ്യേണ്ടവ അവനല്ലാത്തവർക്ക് കൊടുക്കാം. പടച്ചവനാണ് നമുക്ക് കാലിമൃഗങ്ങളെ സൃഷ്ടിച്ചത്. നമുക്ക് ആടിനെയും പശുവേയും ഒട്ടകത്തെയും മറ്റുള്ള എല്ലാ കാലിമൃഗങ്ങളെയും നമുക്ക് തന്നത് പടച്ചവനാണ്. ആ പടച്ചവൻ പടച്ച പടപ്പിനെ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് അറക്കുക. മക്ക മുശ്രിക്കുകൾ ചെയ്തിരുന്നതായിരുന്നു. അള്ളാഹുവിൻ്റെ പ്രീതിക്കല്ലാതെ ഒരു പടപ്പിൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് നടക്കാം. അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചു കൊണ്ടല്ലാതെ അറക്കാം. അള്ളാഹുവാണ് ഗൈബ് അറിയുന്നവൻ. അത് അള്ളാഹു അല്ലാത്തൊരു പടപ്പ് ഗൈബ് അറിയുമെന്ന് വിശ്വസിക്കാം. അള്ളാഹുവിനാണ് എല്ലാ ആരാധനകളും ചെയ്യേണ്ടത്. അത് അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്യാം. ആരാധനയുടെ ഏറ്റവും ഉയർന്ന ഭാഗം ദുആ ആണെന്ന് പടച്ചവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വ്യക്തമാക്കിയ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അദ്ദുആ ഹുവൽ ഇബാദ. അദ്ദുആ ഹുവൽ ഇബാദ. വേറൊരു ഹദീസ് ഇതിനേക്കാളും ശക്തി കുറഞ്ഞ ഹദീസാണ്, ഏറ്റവും ശക്തി കൂടിയ ഹദീസ്. അദ്ദുആ ഹുവൽ ഇബാദ, അദ്ദുആ മുഖുൽ ഇബാദ. വേറെ ഹദീസ്, ആ ഹദീസ് കുറച്ച് ശക്തി കുറവുണ്ട്.
പക്ഷേ അദ്ദുആ ഹുവൽ ഇബാദ എന്ന ആ ഹദീസാണ് ഏറ്റവും ശക്തിയുള്ള, അർത്ഥത്തിലും കൂടുതൽ ശക്തിയുള്ള ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്ക് എന്താണ് ഇബാദത്ത്, എന്താണ് ആരാധന എന്ന് ശരിക്ക് വിവരിച്ചു തരും. അദ്ദുആ ഹുവൽ ഇബാദ, ആർജന, പ്രാർത്ഥന, തേടൽ, അതാണ് ഇബാദത്ത്. യഥാർത്ഥത്തിൽ നാം എന്തെല്ലാം ഇബാദത്ത് ചെയ്യുന്നുണ്ടോ അതിലെല്ലാം അതിൻ്റെ മജ്ജ, അതിൻ്റെ എല്ലാം ഉള്ളിൽ ഊട്ടപ്പെട്ടുള്ള യാഥാർത്ഥ്യം പ്രാർത്ഥന. നിങ്ങൾ നിസ്കരിക്കുന്ന എന്തിനാ? പടച്ചവനോട് തേടാൻ വേണ്ടി. നിങ്ങൾ നോമ്പ് നോക്കുന്ന എന്തിനാ? പടച്ചവൻ്റെ പ്രീതി കിട്ടണം, പടച്ചവൻ്റെ സ്വർഗ്ഗത്ത് കിട്ടണം. നിങ്ങൾ സക്കാത്ത് ചെയ്യുന്ന എന്തിനാ? പടച്ചവൻ നിങ്ങളോട് ഇഷ്ടപ്പെടാൻ, പടച്ചവൻ്റെ പ്രീതി കിട്ടാൻ, പടച്ചവൻ്റെ സ്വർഗ്ഗം കിട്ടാൻ. നിങ്ങൾ ബാപ്പമാർക്കും ഉമ്മമാർക്കും ശുശ്രൂഷയും അവരോട് ബിറും കാണിക്കുന്ന എന്തിനാ? അതും പടച്ചവൻ്റെ പ്രീതി കിട്ടാനും, പടച്ചവൻ നമ്മോട് വെറുക്കാതിരിക്കാനും, പടച്ചവൻ്റെ കോപ്പലിലായിരിക്കാനും, സ്വർഗ്ഗം കിട്ടാനും. അതുപോലെ എന്തെല്ലാം ഇബാദത്ത് ചെയ്യുന്നുണ്ടോ അതിൻ്റെ എല്ലാം യാഥാർത്ഥ്യം തേടല. എന്ത് സൽക്കർമ്മം ചെയ്യുന്നുണ്ടോ അതിൻ്റെ യാഥാർത്ഥ്യം, അതിൻ്റെ ഉള്ളിലുള്ള രഹസ്യം തേടല. പടച്ചവൻ്റെ മഗ്ഫിറത്ത് കിട്ടണം, പടച്ചവൻ്റെ പ്രീതി കിട്ടണം, സ്വർഗ്ഗം കിട്ടണം. ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അദ്ദുആ ഹുവൽ ഇബാദ. അദ്ദുആ, പ്രാർത്ഥന, അതാണ് ഇബാദത്ത്. പടച്ചവൻ പറഞ്ഞു, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ രക്ഷിതാവ്. രക്ഷിതാവ് എന്നുള്ള പദം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ വിളി കേൾക്കാൻ, നിങ്ങളെ രക്ഷിച്ച് പാലിച്ച് കൊണ്ടുവരുന്ന ആ റബ്ബ് നിങ്ങളോട് പറയുന്ന എന്താ? വഖാല റബ്ബുക്കും ഉദ്ഊനി, എന്നോട് പ്രാർത്ഥിക്കുക, എന്നോട് ചോദിക്കുക, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് എന്ന് പടച്ചവൻ പറയണം. ഉടനെ തന്നെ തുറന്നു, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. ഉടനെ തന്നെ തുറന്നുകൊണ്ട് പറയാം, ഉദ്ഊനി അസ്തജിബ് ലക്കും. ഇന്നല്ലദീന, അതിന്റെ ബാക്കി ആയത്തിലാണ്. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി ഉദ്ഊനി അസ്തജിബ് ലക്കും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, അത് ദുആ ഇബാദത്താണെന്ന് പടച്ചവൻ തന്നെ ആയത്തിൽ വിവരിക്കുകയാണ്. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നെ ആരാധിക്കുന്നതിൽ നിന്ന് അഹങ്കാരം കാണിക്കുന്നവർ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നിന്ദ്യന്മാരായി ആട്ടപ്പെട്ടവരായി അവർ നരകത്തിൽ ജഹന്നമിൽ പ്രവേശിക്കും. അത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാത്തവർ. അപ്പോൾ അള്ളാഹു വളരെ ഗൗരവമായിട്ടാണ് ഇവിടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം പറഞ്ഞത്. വളരെ പേടിപ്പിച്ചുകൊണ്ടാണ്, ഗൗരവമായിട്ടാണ്. വേറെ സ്ഥലത്ത് വളരെ മൃദുലമായ നിലയ്ക്ക് വൈദാ സഅലക ഇബാദി, പടച്ചവൻ പറയുന്നു, ഇത് സൂറത്തുൽ ബഖറയിലാണ്. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചവൻ പറയുന്നു, റസൂലേ, നിങ്ങളോട് എൻ്റെ അടിമകൾ എന്നെ സംബന്ധിച്ച് നിങ്ങളോട് ചോദിച്ചാൽ അവർക്ക് പറഞ്ഞു കൊടുക്കും, അവർക്ക് വിവരം കൊടുക്കും. ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, ഞാൻ അവരോട് ഏറ്റവും അടുത്ത് തന്നെ ഉണ്ട്. ഞാൻ കേൾക്കാത്തവനല്ല, വളരെ അടുത്ത് തന്നെ ഉണ്ട്, അവരുടെ അടുത്ത് തന്നെ ഞാനുണ്ട്. അവർ എന്തൊരു വിളി അവരുടെ കൽബിലുണ്ടായാൽ മതി, അത് ഞാൻ അറിയും. നിങ്ങളുടെ വിശ്വാസം, അത് വിശ്വസിച്ച് നിങ്ങൾ മുസ്ലിമീങ്ങളല്ല. നിങ്ങളുടെ കൽബിലുള്ള എന്തെല്ലാം സിറുണ്ടോ, യഅലമു സിർറ വഅഖ്ഫ യഅലമു ഖായിനത്തൽ അഅ്യുൻ വമാ തുഖ്ഫി സുദൂർ എന്ന പടച്ചവൻ അവനെ വർണ്ണിച്ചത് ഖുർആനിൽ അളീമിൽ. ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ, എന്നോട് തേടുന്ന, എന്നോട് പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം ചെയ്യും. ഇദാ ദഅാനി, എന്നോട് ചോദിച്ചാൽ, എന്നോട് നിഷ്കളങ്കമായി ചോദിച്ചാൽ എന്നതിനർത്ഥം. എന്നോട് ചോദിച്ചാൽ ഞാൻ ചോദ്യത്തിന് ഉത്തരം ചെയ്യും. പക്ഷേ സംശയം ഉണ്ടാകാൻ പാടില്ല, പിന്നെ തിരക്ക് പാടില്ല. എന്താ, ചിലപ്പോൾ നിന്റെ നാശം നീ ചോദിക്കും, നിനക്ക് ബുദ്ധിയില്ല, നിന്റെ പരിണാമം എന്താ നിനക്ക് അറിഞ്ഞൂടാ, ഭാവിയിൽ എന്തൊക്കെ ഉണ്ടാവും നിനക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നീ വലിയ അടങ്ങേറ് പിടിച്ച് അച്ഛ കെട്ടി ചോദിക്കുന്നത് പക്ഷേ നിന്റെ നാശമായിരിക്കും നീ ചോദിക്കുന്നത്. ഒരു പെണ്ണിനെ കെട്ടാൻ ഒരു പെണ്ണിനെ പ്രേമിച്ചു, ഒരു പക്ഷേ ആ പെണ്ണായിരിക്കും നിന്റെ സകല നാശത്തിനും കാരണം. പക്ഷേ നിന്റെ
ബുദ്ധിമോശം കൊണ്ട് ആ പെണ്ണിനെ തന്നെ കിട്ടണമെന്ന് നീ പ്രാർത്ഥിച്ചു. പക്ഷെ പടച്ചവൻ തരൂല. എന്താ? നിന്റെ ദോഷം അതിലാണ്. ഒരു പക്ഷേ നിന്റെ ദോഷം നിനക്ക് പണം അധികം ഉണ്ടാവുന്നതായിരിക്കും. ഒരു പക്ഷേ നിന്റെ ദോഷം നിനക്ക് ആരോഗ്യം കൂടുതലാകുന്നതായിരിക്കും. നീ ശരിക്ക് അള്ളാഹുവിൽ വിശ്വസിക്കുക. അള്ളാഹുവിൻ്റെ ഖൈറേ അവൻ വിധിക്കുകയുള്ളൂ. അങ്ങേയറ്റം അള്ളാഹുവിനെ സ്നേഹിക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് മാത്രം ജീവിക്കുക. ജീവിതം മുഴുവനും അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കുള്ള അനുസരണമാകുക. നോട്ടവും കേൾക്കലും എല്ലാ കാൽവെപ്പും എല്ലാ അടക്കവും അനക്കവും അള്ളാഹുവിനോടുള്ള അനുസരണമാവുക. അങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ പടച്ചവൻ നിന്റെ കൂടത്തിനായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമായോട്, അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ മകൻ ഇബ്നു അബ്ബാസ്, നിങ്ങൾ കേട്ട എപ്പോഴും സുപരിചിതനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹോദരൻ്റെ മകൻ ഇബ്നു അബ്ബാസ് കുട്ടിയായിരുന്ന കാലത്ത്, റസൂൽ മരിക്കുമ്പോൾ ഇബ്നു അബ്ബാസിന് 15 വയസ്സ് പൂർത്തിയായിട്ടില്ല. കുട്ടിയായിരുന്ന കാലത്ത് മൂപ്പരോട് ചെയ്ത വസിയ്യത്താണ്. ഇബ്നു അബ്ബാസ് റസൂലിൻ്റെ കൂടെ, റസൂലിൻ്റെ വാഹനത്തിന് ഒട്ടകപ്പുറത്തോ അല്ലെങ്കിൽ കഴുതപ്പുറത്തോ റസൂലിൻ്റെ കൂടെ തന്നെ കയറി റസൂലിൻ്റെ കൂടെ ഇരിക്കുകയായിരുന്നു യാത്ര ചെയ്യുമ്പോൾ. അപ്പം കൊടുത്ത വസിയ്യത്ത്, ഒരു ഉപദേശം, യാ ഗുലാം യഹ്ഫദില്ലാഹ യഹ്ഫദു. നിങ്ങൾ ഇന്ന് പലരും 40 നവവിയ്യ എന്ന ഒരു ഹദീസിൻ്റെ കിതാബ് കേട്ടിട്ടില്ല. ആ ഹദീസിൻ്റെ കിതാബിലും ഈ ഹദീസ് നിങ്ങളൊക്കെ ചിലപ്പോൾ പക്ഷേ ചെറുപ്പത്തിൽ ഈ ഹദീസ് കാണാപാടാക്കിയിട്ടുണ്ടാവും. യാ ഗുലാം യഹ്ഫദില്ലാഹ യഹ്ഫദു യഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക തഅറഫ് ഇലല്ലാഹി ഫിർറഖ യഅരിഫക ഫിശ്ശിദ്ദ. കുട്ടിയെ യഹ്ഫദില്ലാ, പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കും, അവൻ നിന്നെ സൂക്ഷിക്കും. യഹ്ഫദ്, പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കുക. പടച്ചവൻ്റെ കൽപ്പന അന്വേഷിച്ച് അതനുസരിച്ച്, പടച്ചവൻ്റെ വിരോധനങ്ങളെ അന്വേഷിച്ച് അത് ഉപേക്ഷിച്ച് പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കുക. യഹ്ഫദ്, നിന്നെ അവൻ സൂക്ഷിക്കും. ഒരു ശക്തിക്കും നിന്റെ അടുത്തേക്ക് അടുക്കാൻ സാധിക്കില്ല അവൻ ഉദ്ദേശമല്ലാതെ. യഹ്ഫദില്ലാ, നീ പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കുക. തജിദു അമാമക തജിദു തുജാഹക, പടച്ചവൻ എനിക്ക് നിന്റെ മുന്നിൽ കാണാം. നിന്റെ ഓരോ ഉദ്യമത്തിലും എൻ്റെ മുന്നിൽ എൻ്റെ വഴികാട്ടിയായി, എൻ്റെ സഹായിയായി എൻ്റെ റബ്ബുണ്ട് എന്നുള്ള ഒരു ദൃഢവിശ്വാസം അത് നീ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ നിനക്ക് കാണാം. തഅറഫ് ഇലല്ലാഹി ഫിർറഖ, നിന്റെ സുഖകാലത്ത്, നിന്റെ സൗഖ്യകാലത്ത് അള്ളാഹുവിനെ പരിചയപ്പെടും. യഅരിഫക ഫിശ്ശിദ്ദ, അങ്ങനെ നിന്റെ സുഖകാലത്ത്, നിന്റെ യൗവനകാലത്ത്, നിന്റെ ഐശ്വര്യകാലത്ത് അള്ളാഹുവിനായിട്ട് പരിചയപ്പെട്ടാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക. ആരോഗ്യവും സ്വത്തും ഇതെല്ലാം അള്ളാഹുവിൻ്റെ പ്രീതിയിൽ ചെലവഴിക്കുക. അങ്ങനെ ജീവിച്ചാൽ യഅരിഫക ഫിശ്ശിദ്ദ, നിനക്ക് ഇടങ്ങാറുണ്ടാകുമ്പോൾ പടച്ചവൻ നിന്നെ അവൻ അറിയും. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലൈഹി വഅലം അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ യൻഫഉക ബിശൈ ലൻ യൻഫഉക ഔ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക. എന്തായി പറയുന്നത്? ഈ വസിയ്യത്ത് മാത്രം നമ്മൾ ഒരു വ്യക്തി ശരിക്ക് കാണാപാടാക്കി മനസ്സിലാക്കി ജീവിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ മതി ശരിക്ക് അള്ളാഹുവിൻ്റെ ഒരു മുവഹിദായിട്ട് ജീവിക്കാൻ. വഅലം അന്നൽ ഉമ്മത, ഇതിപ്പം സർവ്വലോകം സമ്മതിക്കുന്ന ഒരു ഹദീസാണ്. ആർക്കും അഭിപ്രായത്തില്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസിനോട് ചെയ്ത വസിയ്യത്താണെന്നുണ്ടെങ്കിൽ ആർക്കും തർക്കമില്ല, എല്ലാവരും സമ്മതിക്കുന്ന ഹദീസാണ്. വഅലം, നീ ശരിക്കും മനസ്സിലാക്കിക്കോ, നീ ശരിക്കും അറിഞ്ഞോ, അന്നൽ ഉമ്മത, സമുദായമൊട്ടാകെ, ലൗ ഇജ്തമഅത്, അവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയാൽ, അലാ യൻഫഉക ബിശൈ, നിനക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഗുണം ചെയ്യാൻ, എന്തെങ്കിലും ഒരു ഗുണം ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരുമിച്ച് കൂട്ടിയാൽ അവർക്കത് സാധ്യമല്ല. ഏത് അമ്പിയാക്കന്മാരും മലക്കുകളും മുർസലീങ്ങളും ഔലിയാക്കന്മാരും ശുഹദാക്കളും സാലിഹീങ്ങളും അടുത്തവരും വിട്ടുള്ളവരും നേർച്ചക്കാരല്ലാത്തവരും ഇവരെല്ലാം ഒരുമിച്ച് കൂടിയാലും നിനക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. വഅലം അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇ ലം യൻഫഉക വഫി റിവായത്തിൻ ലൻ യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക. അല്ലാഹ് ലൗഹുൽ മഹ്ഫൂദിൽ ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് 50,000 കൊല്ലം മുമ്പ്
നിനക്ക് ഉണ്ടാവാൻ പോകുന്ന എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അത് ബുഖാരിയിലും മുസ്ലിമുള്ള മുത്തഫഖ് അലൈഹിയായ ഹദീസിൽ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹുമ റിവായത്ത് ചെയ്ത ഒരു ഹദീസിൽ കതബല്ലാഹു മഖാദീറൽ ഖലായിഖ് ഖബ്ല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർദ് ബി50,000 സന. 50,000 കൊല്ലം മുമ്പ് പടച്ചവൻ ലൗഹൽ മഹ്ഫൂദിൽ നിങ്ങൾ നിന്ന് ഓരോ വ്യക്തി മറ്റും എന്ന് മാത്രമല്ല സർവ്വചരാചരങ്ങളും എല്ലാ സൃഷ്ടികളിലും ഉണ്ടായത് മുതൽ അവസാനം വരെ എന്തൊക്കെ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ലയ്യം ഫവക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക. പടച്ചവൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും, അതല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നില്ല. അത് നീ ശരിക്കും പടച്ചവനിൽ വിശ്വസിച്ച്, പടച്ചവനെ സ്നേഹിച്ച്, പടച്ചവന്റെ പ്രീതി ആർജിച്ചുകൊണ്ട്, പടച്ചവനെ പേടിച്ച് സ്നേഹിച്ച് നീ അവൻ്റെ ഒരു യഥാർത്ഥ അടിമയായി ജീവിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് നിന്റെ ഖൈറിനുണ്ടാവും. ശത്രുക്കൾ നിന്നെ കൊന്നാലും ശരി അത് നിന്റെ ഖൈറിനാണ്. നിനക്ക് നിന്റെ ശാശ്വത ജീവിതത്തിൽ, നിന്റെ യഥാർത്ഥ ജീവിതത്തിൽ, നിന്റെ അവസാനമില്ലാത്ത ജീവിതത്തിൽ നിനക്ക് ഏറ്റവും മഹത്തായ പദവി തരാണ്. അത് നിന്റെ ഖൈറാണ്. അതുകൊണ്ടാണ് സഹാബികളൊക്കെ കയ്യിൽ ഒരു പിടി കാരക്ക തീരുന്നവരെ എൻ്റെ ജീവിതം നീണ്ടുനിൽക്കുന്നുണ്ടെങ്കിൽ ആ ജീവിതം വളരെ ദീർഘമായ ജീവിതമാണ്, കാരക്ക വലിച്ചെറിഞ്ഞിട്ട് പോർക്കളത്തിലേക്ക് ഇറങ്ങി കൊല്ലപ്പെടാനുള്ള കാരണം എന്താ അവർക്ക് മനസ്സിലായി ആഖിറത്ത് എന്താണ്, ദുനിയാവ് എന്താണ്. ഈ ദുനിയാവിൽ കുറേ കാലം കാരക്ക തിന്നാലും കാരക്ക മാത്രം തിന്നാലും അതുകൊണ്ട് ഇടങ്ങാറല്ലാതെ ആ തിന്നലിൻ്റെ ഇടങ്ങേറ്, ആ തിന്നാൽ അത് പുറത്താക്കുന്ന ഇടങ്ങേറ്, എല്ലാം ഇടങ്ങേറ്. സ്വർഗത്തിൽ അതില്ല. സ്വർഗത്തിൽ ഇടങ്ങേറുന്ന സാധനമില്ല. കാഷ്ടമില്ല, മൂത്രമില്ല, മൂക്കറില്ല, ചുവട് അഴുക്കില്ല, പിന്നെ വാർദ്ധക്യമില്ല, കാലാകാലം യുവത്വം, 33 വയസ്സുകാർ കാലാകാലം. സ്ത്രീകൾ എപ്പോഴും കന്യകകൾ, എപ്പോഴും യുവത്വം, എപ്പോഴും സുഖം, വേദനകളില്ല, വാർദ്ധക്യമില്ല, യാതൊരു ഇടങ്ങേറില്ല, എപ്പോഴും സുഖാനുഭൂതി. പഴങ്ങൾ ഇരുന്നിടത്തിറങ്ങിക്കൊണ്ടിരിക്കും. അത് ഇരിക്കുന്നിടത്ത് പഴങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കും. ഉദ്ദേശിക്കുമ്പോൾ ഉദ്ദേശിച്ച പഴങ്ങൾ എത്തിക്കൊണ്ടിരിക്കും, ഭക്ഷണപദാർത്ഥങ്ങൾ എത്തിക്കൊണ്ടിരിക്കും. യാതൊരു ക്ലേശവുമില്ല. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. നിങ്ങളുടെ ഈ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളേക്കാളും യാഥാർത്ഥ്യത്തിൽ ഊട്ടപ്പെട്ട യാഥാർത്ഥ്യങ്ങളാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഹക്ക്. ഈ ജീവിതമാണ് യഥാർത്ഥത്തിൽ ജീവിതം. ആ ജീവിതത്തിലേക്കാണ് പടച്ചവൻ നമ്മൾ വിളിക്കുന്നത്. അതിനാണ് നാം പടച്ചവനിൽ മാത്രം വിശ്വസിക്കണം. പടച്ചവനിൽ ആരെയും പങ്കു കാട്ടരുത്. അവനാണ് നിങ്ങൾക്ക് എല്ലാ ഗുണങ്ങളും ഈ ദുനിയാവിലും ആഖിറത്തിലും തന്നതും തരുന്നതും ഇനി തരാനിരിക്കുന്നതും. അതുകൊണ്ട് അവനെ മാത്രം ആരാധിക്കുക, അവങ്കിലേക്ക് മാത്രം ഹൃദയം പൊന്തുക, അവനെ മാത്രം ആർജിക്കുക. ഇതാണ് ഇസ്ലാം ദീനിൻ്റെ അടിസ്ഥാനം. ഇതാണ് അള്ളാഹുവിൻ്റെ ഒരു അടിമയാകുന്നതിൻ്റെ അടിസ്ഥാനത. അള്ളാഹു മാത്രമേ വിചാരമുള്ളൂ. അള്ളാഹുവിനോട് മാത്രമേ ഞാൻ ചോദിക്കുകയുള്ളൂ. അള്ളാഹുവാണ് എനിക്ക് മുഴുവൻ തന്നിട്ടുള്ളത്. വേറെ ഒരു ശക്തിയും എനിക്കൊന്നും തന്നിട്ടില്ല. എനിക്കിവിടെ പടച്ചവൻ തന്ന ഏറ്റവും വലിയ റഹ്മത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എൻ്റെ അടുക്കിലേക്ക് അയച്ചു എന്നുള്ളതാണ്. എന്താ? ആ വ്യക്തിയാണ് എനിക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തന്നത്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലൈഹി. ആ റഹ്മത്തും അത് ആരുടെ പണിയാണ്? പടച്ചവൻ്റെ റഹ്മത്താണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പടച്ചതാര്, വളർത്തിയതാര്, റസൂലാക്കിയതാരാണ്, അവർക്ക് ഖുർആൻ ഇറക്കി കൊടുത്ത ആര്, ആ മുഖേന സ്വർഗത്തിലേക്കുള്ള പാന്താവ് തെളിയിച്ചു തന്ന റബ്ബാര്. ആ റബ്ബിനെയാണ് സ്നേഹിക്കേണ്ടത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മളുടെ അടുക്കിലേക്ക് അയച്ചു എന്നുള്ളതാണ് നമുക്ക് പടച്ചവൻ ചെയ്ത ഏറ്റവും വലിയ റഹ്മത്ത്. നമ്മളുടെ ഈ ജീവിതം, നമ്മളുടെ ഭക്ഷണപദാർത്ഥങ്ങളോ അല്ലെങ്കിൽ ഭാര്യമാരോ മക്കളോ ഇതൊന്നും നല്ലതല്ല. ഭാര്യമാരുടെ ജീവിതം ഇത്രയും ക്ലേശമായ ജീവിതം വേറൊന്നുമില്ല. മക്കളെ വളർത്തുക എന്നുള്ളതും മക്കളോട് കൂടിയുള്ള ജീവിതം ഇത്രയും ഇടങ്ങേറ് പഠിച്ച ജീവിതം വേറൊന്നുമില്ല. ഒരു ഭാര്യയെ വിവാഹം ചെയ്താൽ ആ ഭാര്യ കൊണ്ട് വല്ല ഗുണം കിട്ടുമോ, അതോ അവളായിരിക്കുമോ എന്നെ എല്ലാ ഇടങ്ങേറിലേക്കും ബലായിലേക്കും വലിച്ചു കൊണ്ടുപോകുക എന്നുള്ള അറിഞ്ഞുകൂടാ. ഒരു കുട്ടി ഉണ്ടായാൽ ഈ കുട്ടി മുത്തിയും ബാറുമായിട്ടുണ്ടാവുമോ, അതോ ഇവൻ എന്തെല്ലാം ഇടങ്ങേറിലേക്ക് എന്നെ വലിക്കുക എന്നറിഞ്ഞു. ഒരു പരെടുത്താൽ ആ പരൻ്റെ തലക്ക് വീഴുമോ?
എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഇതാണ് ഈ ദുനിയാവിൻ്റെ നിലപാട്. ഈ നിലപാട് അതാണ് ആദ്യം പറഞ്ഞത്. ഈ ദുനിയാവ് ഊഹാപോഹങ്ങളാണ്, ഒരു വഞ്ചിത ജീവിതം, ആപേക്ഷികമാണ്. ഇവിടെ എന്തെങ്കിലും ഞാൻ നല്ലതാണെന്ന് പറഞ്ഞാൽ അത് എന്നെ അപേക്ഷിച്ചെന്ന് നിങ്ങൾ പറയും. ഞങ്ങളെ അപേക്ഷിച്ച് നല്ലതല്ല. വലിയ രസമല്ല എന്ന് പറഞ്ഞാൽ നിന്നെ അപേക്ഷിച്ച് രസമല്ല, ഞങ്ങൾക്ക് രസമില്ല. നിന്നെ ഭംഗിയുള്ളതാണ്, അത് നിന്നെ അപേക്ഷിച്ച് ഭംഗിയുള്ളതാണ്, ഞങ്ങൾക്ക് ഭംഗിയില്ല എന്ന് പറയുന്ന നിലക്കാണ് ഈ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും ആപേക്ഷികമാണ്. ഇന്നവരെ അപേക്ഷിച്ച്, ഇന്ന നാട്ടിനെ അപേക്ഷിച്ച്, ഇന്ന അന്തരീക്ഷം അപേക്ഷിച്ച്, ഇന്ന വ്യക്തിയെ അപേക്ഷിച്ച് എന്ന് പറയാം. ആപേക്ഷികമായി ജീവിതം. സ്വർഗത്തിൽ അതല്ല. സ്വർഗത്തിൽ ഒരു വ്യക്തിക്ക് ഒരു കാര്യത്തിൽ എന്തെല്ലാം നിലപാടുണ്ടോ അതേ നിലപാട് തന്നെ ആയിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക. നരകത്തിലും അതുപോലെ തന്നെ. ഇവിടെ ജീവിതം ആപേക്ഷികമാണ്. ഇവിടെ ജീവിതം ഊഹാപോഹങ്ങളാണ്. ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ ഞാൻ ഊഹാപോഹത്തൂടെ ഇറങ്ങാം. ഞാൻ എവിടേക്കാണ് പോകുന്നത്? മരണത്തിലേക്കാണ് പോകുന്നത്? അതോ എനിക്കിഷ്ടമുള്ള വ്യക്തികളെ കാണാനോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആവശ്യങ്ങൾ പൂർത്തിയാക്കാനോ എന്തിനാണ് ഞാൻ പോകുന്നത്? എനിക്ക് അറിഞ്ഞൂടാ. ഒരു കാറ് കയറിയാൽ ഈ കാറ് കൊണ്ട് എനിക്ക് നാശം ഉണ്ടാവുക, അതോ ഞാൻ ഉദ്ദേശിച്ച സ്ഥാനത്തേക്ക് ഈ കാറിനെ എത്തിക്കും എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഊഹാപോഹങ്ങൾ. ഇതാണ് ഈ ജീവിതം. പക്ഷേ ആഹ്റമല്ല. ആഹ്റം യാഥാർത്ഥ്യങ്ങളാണ്, പരിപൂർണ യാഥാർത്ഥ്യങ്ങളാണ്. അതിനുവേണ്ടി നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിലേക്കുള്ള ഒരുക്കാണ് ഇവിടുത്തെ ജീവിതം. ആ ആഖിറത്തിലേക്കുള്ള ജീവിതത്തിലേക്ക് ഒരുക്കാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ കൽപ്പന അന്വേഷിച്ച് അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുക. അത് അള്ളാഹിൻ്റെ കിതാബും റസൂലിൻ്റെ സുന്നത്തും അനുസരിച്ച് മാത്രമാവുക. പാർട്ടികളും വിസങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് അതൊന്നും ആവശ്യമില്ല. എല്ലാവരും കൂടി ഒരുമിച്ച് അള്ളാഹിൻ്റെ കിതാബ് പഠിക്കാനുള്ള പരിപാടിയില്ല, അള്ളാഹിൻ്റെ റസൂലിൻ്റെ സുന്നത്ത് പഠിക്കാനുള്ള പരിപാടിയില്ല. ഒരു പാർട്ടിയായിട്ടൊന്നും കാര്യമില്ല. അല്ലെങ്കിൽ ഇസങ്ങളോ അല്ലെങ്കിൽ മദ്ഹബോ തരീഖത്തോ ഇതൊന്നും ആവശ്യമില്ല. പിന്നെ മുമ്പ് കഴിഞ്ഞവരൊക്കെ പലരും അതൊന്നും ഇപ്പോൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. മുമ്പ് കഴിഞ്ഞവരും ഇപ്പോഴുള്ളവരും ഇപ്പം എന്തെല്ലാം തോന്നിയ ദിവസം പറയുന്നവരും അവരൊക്കെ സമ്മതിക്കുന്ന ഒന്നാണ് അള്ളാഹിൻ്റെ ദീന്, അള്ളാഹിൻ്റെ കിതാബും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുമാണെന്നുള്ളത്. ഇതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, റസൂലിൻ്റെ ഉമ്മത്ത് 73 പാർട്ടിയായിട്ട് തിരിയും. യഹൂദികൾ 70 പാർട്ടിയായി, അല്ല 71 പാർട്ടിയായി. ക്രിസ്ത്യാനികൾ 72 പാർട്ടിയായി. എൻ്റെ ഉമ്മത്ത്, എന്നിൽ വിശ്വസിച്ചവർ 73 പാർട്ടിയായിരിക്കും. അവർ മുഴുവനും നരകത്തിലാണ്, ഒരു പാർട്ടി ഒഴികെ എന്ന റസൂൽ പറഞ്ഞു. ഇത് എല്ലാവരും സമ്മതിക്കുന്ന ഹദീസാണ്. ഇത് എല്ലാ പാർട്ടികളും ഓതുന്ന ഹദീസുമാണ്. ഒരു പാർട്ടി ഈ ഹദീസ് സമ്മതിക്കാറില്ല. افترقت اليهود إلى 71 فرقة وافترقت النصارى إلى 72 فرقة وستفترق أمتي إلى 73 فرقة كلها في النار إلا واحدة. ഒരൊറ്റ പാർട്ടി ഒഴിച്ച് ബാക്കി മുഴുവനും നരകത്തിലാണ്. ഇതാ പറഞ്ഞു. അതിന് ഈ പാർട്ടികളായി തിരിഞ്ഞ പാർട്ടികളെ സംബന്ധിച്ച് പറഞ്ഞ എന്താ പറഞ്ഞു? ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആദ്യം കേട്ടത്. പടച്ചവൻ എന്താ പറഞ്ഞു? ഇന്നല്ലദീന ഫർറഖൂ ദീനഹും വകാനൂ ശിയഅൻ ലസ്ത മിൻഹും ഫീ ശൈ. തങ്ങളുടെ ദീന് പലതരം ഇസങ്ങളായിട്ടും പലതരം പാർട്ടികളായി തിരിച്ച് ജീവിച്ചവര്, എന്നിട്ട് അവർ പല ഷിയാത്തുകളായിട്ട് പല പാർട്ടികളായിട്ടും മദ്ഹബുകളും തരീഖത്തുകളും ഷിയാത്തുകളായിട്ട് തിരിഞ്ഞവരും നിങ്ങളുമായിട്ട് റസൂലിന് യാതൊരു ബന്ധവുമില്ല. അവരും നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാ പടച്ചവൻ പറഞ്ഞത്. ആ പടച്ചവൻ ഉദ്ദേശിച്ച് നമ്മൾ ഒരൊറ്റ പാർട്ടിയാവും. എന്താ പാർട്ടിയാവുക? അത് അള്ളാഹിൻ്റെ കിതാബ്, റസൂലിൻ്റെ സുന്നത്ത്. അത് പഠിക്കണം. പഠിക്കാതെ ഇസ്ലാം ദീനില്ല. കേവലം മൃഗപ്രായരായിട്ട് പള്ള നിറക്കുക, ദേശകൾ എല്ലാം പൂർത്തീകരിക്കുക എന്നാ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നാമും മൃഗമായിട്ട് യാതൊരു വ്യത്യാസമില്ല. എന്തിനാ അവിടെ മൃഗം ജീവിക്കണം? തിന്നണം, കുടിക്കണം, ഭോഗിക്കണം, ഉല്ലസിക്കണം. ഇതാ കുട്ടികളുണ്ടാക്കണം, പരണ്ടാക്കണം, താമസിക്കാനുള്ള പരണ്ടാക്കണം. ഇതാ അവിടെ മൃഗങ്ങളുടെയും കാലികളുടെയും പക്ഷികളുടെ ഒക്കെ പരിപാടി. തിന്നണം, കുടിക്കണം, ശരിക്കും ആറ് നിറച്ച് ഇഷ്ടമുള്ളതൊക്കെ തിന്നണം, കുടിക്കണം, ഭോഗിക്കണം, ഉല്ലസിക്കണം, കളിച്ച് ചിരിച്ച് കളിച്ച് ഭോഗിക്കണം,
കുട്ടികളുണ്ടാക്കണം, പരണ്ടാക്കണം. ഇതാണ് മൃഗത്തിൻ്റെ പരിപാടി. നമ്മൾ ഒരു വ്യക്തി കഴുതയെന്നോ അല്ലെങ്കിൽ പോത്തേന്നോ അല്ലെങ്കിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദേഷ്യം പിടിക്കും. നമ്മളുടെ ഇവിടുത്തെ പരിപാടി, നമ്മളിവിടെ പ്രവർത്തിക്കുന്ന പ്രവൃത്തികളും കച്ചവടമോ അല്ലെങ്കിൽ ബിസിനസ്സുകളോ അല്ലെങ്കിൽ ഉദ്യോഗങ്ങളോ മറ്റെന്താവട്ടെ, ഇതുകൊണ്ടുള്ള ഉദ്ദേശം തിന്നലും കുടിക്കലും ഭോഗിക്കലും ഉല്ലസിക്കലും പിന്നെ മക്കളുണ്ടാക്കലും വരണ്ടാക്കലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങളും മൃഗമായിട്ട് യാതൊരു വ്യത്യാസമില്ല. നിങ്ങളും മൃഗപ്രായം. ഇതാണ് ഇവിടുത്തെ മൃഗത്തിൻ്റെ ചുമതല. ഇവിടെതാണ് മൃഗത്തിൻ്റെ പരിപാടി. ഇതാണ് മൃഗം ഇവിടെ ജീവിക്കുന്ന അതിനാണ്. നിങ്ങളുടെ ഉദ്ദേശം ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നതെല്ലാം അവരുടെ ഉദ്ദേശം തിന്നുക, കുടിക്കുക, ഭോഗിക്കുക, ഉല്ലസിക്കുക, മക്കളുണ്ടാക്കുക, വരണ്ടാക്കുക. ഇതാണ് ഉദ്ദേശം. നിങ്ങളും മൃഗമായിട്ട് യാതൊരു, നിങ്ങളും കഴുതയിട്ടോ അല്ലെങ്കിൽ പട്ടിയായിട്ടോ യാതൊരു വ്യത്യാസമില്ല. അത് നിങ്ങൾ സമ്മതിക്കൂല. ഞങ്ങൾ പട്ടികളെ പോലെയല്ല, ഞങ്ങൾ മൃഗങ്ങളെ പോലെയല്ല, ഞങ്ങൾ ഏറ്റവും ഉന്നത പദവിയുള്ള ജീവിയാണ്. അതാണ് യാഥാർത്ഥ്യം. മനുഷ്യനാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ ഏറ്റവും ഉന്നത പദവിയുള്ള സൃഷ്ടി മനുഷ്യൻ. പക്ഷേ മനുഷ്യൻ ദുഷിച്ചാൽ ഏറ്റവും അധപതിച്ച ജീവിയും ഏറ്റവും താഴ്ന്ന ഏറ്റവും നിന്ദ്യ ജീവിയും മനുഷ്യനാണ്. ഇതാ പടച്ചോൻ പറഞ്ഞതാണ്. ഇന്ന ശർറദ്ദവാബി, ഇത് ഭൂമിയിൽ നടക്കുന്ന ജീവികളിൽ നിന്ന് ഏറ്റവും ഷർറായ ജീവി അസ്സുമ്മുൽ ബുക്കുമുല്ലദിനലായ ആഖിലൂൻ, കേൾവിയും സംസാരവും സത്യം പറയൂല, സത്യം കേൾക്കൂല, സത്യം കാണൂല. അങ്ങനെ ബുദ്ധിയെ നിരുപയോഗപ്പെടുത്തി ജീവിക്കുന്ന മനുഷ്യരാണ്. സൂറത്തുൽ ബയ്യനയിൽ പടച്ചോൻ പറയുന്നു, ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹാ ഉലൈക ഹും ശർറുൽ ബരിയ. പടച്ചോന്റെ ബരിയത്ത് എന്ന് പറഞ്ഞാൽ പടപ്പുകൾ. ഷർ എന്നുള്ള പദം നിങ്ങളൊക്കെ ശരിക്കും കേൾക്കുന്നതാണ്. ഏറ്റവും ദുഷിച്ച പടച്ചോന്റെ പടപ്പ് കാഫിര്യങ്ങളാണ്. പടച്ചോനിൽ അവിശ്വാസിയായിട്ട് ജീവിക്കുന്നവർ. ഇതുപോലെ പല ആയത്തിലും പറഞ്ഞു, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, ബുദ്ധിയുണ്ട്, ആ ബുദ്ധി ഉപയോഗിക്കില്ല. വലഹും അഅ്യുനുൻ ലാ യബ്സറൂന ബിഹാ, അവർക്ക് കണ്ണുണ്ട്, കണ്ണ് അവർ ഉപയോഗിക്കില്ല വേണ്ടതിൽ. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് ചെവികളുണ്ട്, വേണ്ടത് അവർ കേൾക്കൂല. ഉലൈക കൽ അൻആം, അവർ മൃഗങ്ങളെ പോലെയാണ്. ബൽഹും അദൽ, അവർ മൃഗങ്ങളെക്കാളും നിന്ദ്യന്മാരാണ്. ഉലൈകുമുൽ ഗാഫിലൂൻ, അവർ അശ്രദ്ധരായി ജീവിക്കുന്നവരാണ്. അവർ എന്തിനു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്? എവിടുന്ന് അവർ വന്നത്? എവിടേക്കാണ് യാത്ര? എന്താണ് ഈ ജീവിതം? ഈ ഭൂമുഖം എന്താണ്? അടുത്ത പാർത്ഥിക ജീവിതം എന്താണ്? ഇതിനെ സംബന്ധിച്ചൊന്നും അവർക്ക് യാതൊരു ചിന്തയില്ല. അങ്ങനെ മാടുകളെ പോലെ നടക്കുന്നത്. മാടുകളെക്കാളും അവർ നിന്ദ്യന്മാരാണ് എന്നാ പടച്ചോൻ പറഞ്ഞു. എന്താ നിങ്ങൾക്ക് പടച്ചോൻ ശരിക്ക് നോക്കി കാര്യങ്ങൾ ശരിക്ക് പഠിക്കാനുള്ള കണ്ണ് തന്നിട്ടുണ്ട്. കേട്ട് ശരിക്ക് സത്യവും നല്ലതും ചീത്തയും വേർതിരിക്കാനുള്ള കേൾവി തന്നിട്ടുണ്ട്. ഇതെല്ലാം ശരിക്ക് വിവേചനം ചെയ്യാനുള്ള ബുദ്ധി തന്നിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ നിരുപയോഗപ്പെടുത്തിയിരിക്കുക. അതുകൊണ്ട് ഇത്രയും നിന്ദ്യ ജീവി വേറെ ഇല്ല എന്നാണ് പടച്ചോൻ